അത് ബജറ്റിൽ ഒരു കൺകെട്ട് വിദ്യ കൊണ്ടുവന്നതുപോലെയായി എനിക്ക് തോന്നുന്നത്. കാരണം നികുതി പിരിവില് നമ്മുടെ ഓൾ ഇന്ത്യ ലെവലിലുള്ള നികുതി പിരിവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന്റെ നികുതി പിരിവിലെ വർധനവ് വളരെ നാമമാത്രമാണ്. ഇനി ഓൾ ഇന്ത്യ ലെവലിലെ വർധനവ് പോലും ഗ്ലോബൽ വർധനാ നിരക്കുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ താഴെയാണ്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹം ബജറ്റില് ഇവിടുത്തെ നികുതി പിരിവ് അതിമനോഹരമാണ്, അതിഗംഭീരമാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹം എങ്ങനെയാണ് അതിന്റെ റേറ്റ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇവിടുത്തെ നികുതി പിരിവ് മോശമാണെന്നുള്ളതിന് ഒരു തെളിവ് ഞാൻ ഹാജരാക്കാം. അതായത് നമ്മുടെ CAG റിപ്പോർട്ട് 2022-23 റിപ്പോർട്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പുറത്തു വരുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് 22-23 വർഷത്തെ നികുതി പിരിവില് നികുതിയേതര വരുമാനം പിരിച്ചെടുക്കുന്നതിൽ 28,258.39 കോടി കുടിശ്ശിക കിടക്കുന്നു എന്ന് CAG തന്നെ പറയുന്നു. എന്ന് വെച്ചാൽ 24.23%, അതായത് ധനവർഷം പ്രതീക്ഷിച്ച വരുമാനത്തിന്റെ 24.23% എന്ന് വെച്ചാൽ എന്താണ്? ഏകദേശം കാൽ ഭാഗം, 25% അടുത്ത് വരുന്നു നികുതി കുടിശ്ശിക കിടക്കുന്നു എന്ന്. അങ്ങനെ കുടിശ്ശിക കിടക്കുന്ന സാഹചര്യത്തിലാണ് വൻ വളർച്ച എന്ന് അദ്ദേഹം കൊട്ടിഘോഷിക്കുന്നത്. അപ്പൊ അത് ഏത് അർത്ഥത്തിലാണ് എന്ന് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നികുതി വരുമാനത്തിൽ തീർച്ചയായിട്ടും വലിയ വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ഒരുപക്ഷെ IGST പിരിച്ചെടുക്കാൻ, അതായത് ഇവരുടെ തന്നെ LDF ഗവൺമെന്റ് തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയാണ് 25,000 കോടിയുടെ IGST പിരിച്ചെടുക്കാനുണ്ടെന്ന് പറഞ്ഞത്. അതൊക്കെ ചേർന്നാൽ തീർച്ചയായിട്ടും അതൊക്കെ പിരിച്ചെടുക്കാൻ പറ്റിയാൽ, പക്ഷെ അതൊക്കെ ഇപ്പൊ കുടിശ്ശികയായിട്ട് കിടക്കുക. ഇനി അത് പിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. അല്ലാതെ തന്നെ സംസ്ഥാനത്തിന് പിരിച്ചെടുക്കാവുന്ന GST, IGST അല്ല, IGST നേരിട്ട് പിരിച്ചെടുക്കാൻ ഒക്കില്ലല്ലോ. അപ്പൊ അല്ലാതെയുള്ള GST തന്നെ 14,000 കോടിക്ക് അടുത്ത് കുടിശ്ശിക കിടക്കുന്നു ഈ വർഷം എന്നാണ് ബഹുമാനപ്പെട്ട ധനമന്ത്രി പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, ഒന്ന് കേരളീയത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. കേരളീയത്തിലെ ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്തതിന് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ നമ്പർ ആയിരിക്കത്തില്ല, തുകയായിരിക്കും. ഏറ്റവും കൂടുതൽ തുകയ്ക്കുള്ള സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്തതിന് അവാർഡ് കൊടുത്തത് ഈ GST വകുപ്പിന്റെ ഹെഡിനായിരുന്നു എന്ന് ഓർക്കണം, ഇന്റലിജൻസ് മേധാവിക്കായിരുന്നു എന്ന് ഓർക്കണം. അപ്പൊ എന്താണ്, ഇനിയിപ്പോ ആംനസ്റ്റിക്ക് പോകും എന്ന് അദ്ദേഹം പറയുന്നു. ഇത്രയധികം കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ളത് കൊണ്ട് ആംനസ്റ്റിക്ക് പോകും എന്ന് പറയുന്നു. ആംനസ്റ്റിക്ക് പോകുമ്പോഴും അവിടെ പിഴയോ അങ്ങനെയുള്ള പിഴ പലിശയോ ഒന്നും ഈടാക്കുകയില്ല എന്നതാണ്. എന്നുവെച്ചാൽ ഈ പറയപ്പെട്ട ഉറപ്പുകളെല്ലാം കൊടുത്തുകൊണ്ടായിരിക്കും ഇവരും ഒരു ഈ പറയപ്പെട്ട സ്പോൺസർഷിപ്പ് ബാന്ധവം ഉണ്ടാക്കിയത്. അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ നടത്തിയാൽ പോലും ഒരു കാരണവശാലും സംസ്ഥാനം ആഗ്രഹിക്കുന്ന തരത്തിൽ അവിടെ നിന്ന് വരുമാനം ഉണ്ടാവുകയില്ല. അപ്പോൾ നികുതി വരുമാന വളർച്ച അതിശയകരമായി വളർന്നു എന്ന് അദ്ദേഹം പറയുന്നത് ഒരു കാരണവശാലും വിശ്വാസയോഗ്യമല്ല. പിന്നെ ഇപ്പൊ മിസ്റ്റർ നജീബ് പറഞ്ഞതുപോലെ ഈ സ്വകാര്യവൽക്കരണം ത്തിലേക്ക്, അതായത് സ്വകാര്യവൽക്കരണമാണ് ഇന്നത്തെ ബജറ്റ് നമ്മൾ നോക്കിയാൽ എല്ലായിടത്തും കാണുന്നത്. 25 സ്വകാര്യ വ്യവസായ പാർക്കുകളെ പറ്റി പറയുന്നുണ്ട്. ആ സ്വകാര്യ വ്യവസായ പാർക്കുകളെ പറ്റി പറയുമ്പോൾ നമുക്ക് പുഴയ്ക്കൽ വ്യവസായ പാർക്ക്, അത് ഗവൺമെന്റിന്റെ വ്യവസായ പാർക്കാണ് കേട്ടോ. ആ വ്യവസായ പാർക്ക് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അത് 2016-17 കാലഘട്ടത്തിലാണ് ആ വ്യവസായ പാർക്കിന് തുടക്കമിട്ടത്. ബഹുകോടികൾ സംസ്ഥാന ഗവൺമെന്റ് അവിടെ ചെലവഴിച്ചാണ് പാർക്ക് തയ്യാറാക്കിയത്. പക്ഷേ ഇൻവെസ്റ്റ്മെന്റിന് വന്നപ്പോഴേക്കും അവിടെ പ്രശ്നങ്ങളായി. തുടങ്ങിയ പ്രവാസികൾ തന്നെ പലരും അവിടെ വ്യവസായം തുടങ്ങിയത് കളഞ്ഞിട്ട് നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടെന്ന് വെച്ച് തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ഒക്കെ ചേക്കേറുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ ഇവിടെ 25 സ്വകാര്യ വ്യവസായ പാർക്കുകൾ വരുമെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ലേ? എന്തുകൊണ്ടാണ് പുഴയ്ക്കൽ വ്യവസായ പാർക്കിൽ നിന്ന് വ്യവസായങ്ങൾ പുറത്തേക്ക് പോയത്? ഇവിടെ ഒരു വ്യാവസായിക അന്തരീക്ഷമില്ല. അതായത് ഏകജാലക സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞ് റെഡ് ടേപ്പ് ഇല്ലേ ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് വ്യവസായ പാർക്ക് തുടങ്ങിയത്.
പക്ഷേ ഈ പറയപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ പ്രഖ്യാപനങ്ങളിൽ മാത്രമാണ്. അവിടെ തൊഴിലാളി യൂണിയനുകൾ കൊടികുത്തുന്ന അവസ്ഥയാണ് എവിടെ ചെന്നാലും. അങ്ങനെയാണ് ആ വ്യവസായ പാർക്ക് പോയത്. അപ്പൊ 25 സ്വകാര്യ വ്യവസായ പാർക്ക് വരുമെന്ന് പറഞ്ഞ ഈ ധനപ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള ശ്രോതാക്കളെ സന്തോഷിപ്പിക്കാൻ നല്ലതാണ്. ആഹാ, 25 വ്യവസായ പാർക്കോ, അപ്പൊ എത്ര ലക്ഷം തൊഴിലുകൾ എന്നൊക്കെ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. പക്ഷെ അതായത് നമ്മളൊന്ന് നോക്കിയാൽ അറിയാം, അടുത്ത ബജറ്റിലും ഇത് തന്നെ ആവർത്തിക്കും. പക്ഷെ വേറൊരു ഉടുപ്പിട്ടായിരിക്കും. നമ്മൾ പറയുമല്ലോ, ഓൾഡ് വൈൻ ഇൻ ന്യൂ ബോട്ടിൽ എന്ന് പറഞ്ഞതുപോലെ 2016-17 തുടങ്ങിയ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ആവർത്തിച്ച് പുതിയ ഉടുപ്പുകളിൽ, അതായത് പുതിയ വാക്കുകളിൽ വീണ്ടും വീണ്ടും വരികയാണ്. ഇപ്പൊ അന്ന് 2016-17 ഡോക്ടർ ഐസക് റബ്ബർ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി സിയാൽ മോഡലിൽ ഒരു കമ്പനി. എന്താണ് സിയാൽ മോഡൽ എന്ന് പറയാൻ കാരണം? കൊച്ചിൻ എയർപോർട്ട് വളരെ ലാഭത്തിൽ ഓടുന്ന ഒരു എയർപോർട്ടാണ്. അതുകൊണ്ട് സിയാൽ മോഡൽ കമ്പനി വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇതുവരെ ആ സിയാൽ മോഡൽ കമ്പനി വന്നില്ല. ഇന്നത്തെ ബജറ്റില് അതുപോലെ കമ്പനികൾ, അങ്ങനെയാണ് 25 വ്യവസായ പാർക്കുകൾ വരിക. ആ വ്യവസായ പാർക്കുകളിൽ റബ്ബർ അധിഷ്ഠിത കമ്പനികൾ, മറ്റ് നമ്മുടെ സ്പൈസസ് അധിഷ്ഠിത കമ്പനികൾ, നമ്മുടെ മറ്റ് ഭക്ഷ്യവിളകൾ, ധാരാളം സാധ്യതകളുള്ള ഭക്ഷ്യവിളകളാണ് തേങ്ങ, അതുപോലെ തന്നെ ചക്ക. ഇതൊക്കെ ഒരുപാട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ളതാണ്. ലോക വിപണി പിടിച്ചടക്കാൻ കെൽപ്പുള്ളവയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവയിലൊക്കെ വലിയ മെഡിക്കൽ ശാസ്ത്രങ്ങളാണ്, മെഡിക്കൽ തത്വങ്ങൾ അല്ലെങ്കിൽ മെഡിസിൻസ് ഉണ്ടാക്കാനുള്ള, അതായത് ക്യാൻസറിനുള്ള സിദ്ധൌഷധം ചക്കക്കുരുവിലുണ്ട്. അതുപോലെ തന്നെ അൾഷിമേഴ്സിനുള്ള സിദ്ധൌഷധം നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിലിലുണ്ട്. ഇതൊക്കെ കണ്ടുപിടിച്ചത് വിദേശ രാജ്യങ്ങളിലാണെങ്കിലും അവയുടെയൊക്കെ ആസ്ഥാനമാണ് കേരളം എന്നുള്ളത് കൊണ്ട് ഈ സംരംഭങ്ങൾ തുടങ്ങിയാൽ വലിയ വിജയമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ 25 സ്വകാര്യ പാർക്കുകൾ കൊണ്ടുവരും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആശിച്ചു പോകുന്നത്. അതുപോലെ മറ്റൊന്ന് പറയാനുള്ളത്, എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നിയ ഈ ബജറ്റിലെ ഒരു ആശയം എന്ന് പറയുന്നത്, ഡിജിറ്റൽ കേരളയ്ക്ക് വേണ്ടിയിട്ട് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് സഹകരിച്ച് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ചുള്ള വളർച്ചാ പദ്ധതി ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോൺക്ലേവ് ഈ അടുത്ത ജൂലൈയിൽ നടത്തുമെന്ന് പറയുന്നു. ജൂലൈ അടുത്ത് വരികയാണല്ലോ, നമ്മളാരും അത് മറക്കുന്നതിന് മുമ്പേ ജൂലൈ വരും. അപ്പൊ ഇങ്ങനെ ഒരു കോൺക്ലേവ് നടക്കുമോ? അങ്ങനെ ഒരു കോൺക്ലേവ് നടന്നാൽ തീർച്ചയായിട്ടും, അതുപോലെ തന്നെ ആ കോൺക്ലേവിനോടനുബന്ധിച്ചോ അതിനു ശേഷമോ എന്ന് തീർത്ത് പറഞ്ഞിട്ടില്ല. അതായത് വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരായ അല്ലെങ്കിൽ മലയാളികളായ ആയിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്ന അക്കാദമീഷ്യൻസിനെ ചേർത്തുകൊണ്ട് ഒരു ടാസ്ക് ഫോഴ്സ്, അക്കാഡമീഷ്യൻസിന്റെ ഒരു ടാസ്ക് ഫോഴ്സ് ഫോം ചെയ്യും. അത് ഇവിടുത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മറ്റ് യൂണിവേഴ്സിറ്റികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിന്നെ അഡ്വൈസ് നൽകുകയോ ഒക്കെ ചെയ്യുമെന്ന്. അത് വളരെ ആകർഷകമായ ഒരു കാര്യമാണ്. അതിനോട് ഗവൺമെന്റിന് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമുക്ക് സാം പിത്രോദയെ എടുത്താൽ മതി. ഇന്ത്യയുടെ ടെലികോം റവല്യൂഷന് വിത്തുപാകിയ ആളാണ്, അതിനെ കൊണ്ടു നടന്ന ആളാണ് സാം പിത്രോദ. അദ്ദേഹം അമേരിക്കയിൽ 100-ലേറെ പേറ്റന്റ്സിന്റെ ഉടമയാണ്. അപ്പൊ അത്തരം അക്കാഡമീഷ്യൻസോ അല്ലെങ്കിൽ സയന്റിസ്റ്റുകളോ ഈ ടാസ്ക് ഫോഴ്സിന്റെ ഭാഗമായി കേരളത്തിൽ എത്തിയാൽ അവർ കേരളത്തിലെ പിന്നെ ഈ നല്ല ബ്രെയിൻ, അതായത് ഇവിടെ നിന്ന് അദ്ദേഹം തന്നെ പറയുന്നു 4% വിദേശത്തേക്ക് പഠനത്തിന് പോയി ഇന്ത്യയിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികളിൽ 4% കേരളത്തിൽ നിന്നാണെന്ന്. ആ 4%-ത്തിൽ തന്നെ 1% സൂപ്പർ ബ്രെയിൻ ഉള്ള വിദ്യാർത്ഥികൾ. ആ സൂപ്പർ ബ്രെയിനുകളെ ഇവിടെ തടഞ്ഞു നിർത്താൻ കഴിയുകയാണെങ്കിൽ അത് തന്നെ കേരളത്തിന്റെ സാങ്കേതിക വളർച്ചയ്ക്ക് വലിയ മുതൽകൂട്ടാകും. അപ്പൊ ആ തരത്തിലുള്ള ഒരു ചിന്ത തന്നെ അഭികാമ്യമായ ചിന്തയാണ്. നമ്മുടെ വൃദ്ധസദനമായി കേരളം മാറുന്നതിനെ തടയാൻ, ഭാവിയിലേക്ക് തടയാൻ അത് സഹായിക്കും. അപ്പൊ ആ ഒരൊറ്റ കാര്യം അത് നടക്കുമെങ്കിൽ വളരെ സന്തോഷകരമായ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബജറ്റ് അപ്രോച്ചാണ് ആ ഒറ്റ കാര്യത്തിൽ വരുത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇനിയും പറയുകയാണെങ്കിൽ എൽഡർ കെയറിന് വേണ്ടിയിട്ട് ഊന്നൽ കൊടുക്കുമെന്ന് പറയുന്നു. പക്ഷെ എൽഡർ കെയറിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന തുകയൊക്കെ നിസ്സാരമാണ്. എൽഡർ കെയർ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പോപ്പുലേഷന്റെ 18% ഇപ്പോൾ തന്നെ 60+ പോപ്പുലേഷനാണ്. അതേസമയത്ത് ഓൾ ഇന്ത്യ ആവറേജ് 7% മാത്രമാണ്.
അങ്ങനെയുള്ള 18% 60+ പോപ്പുലേഷനുള്ള കേരളത്തിലെ എൽഡർ കെയർ അനിവാര്യമാണ്. അതിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണം. അല്ലാത്ത പക്ഷം എന്താ എന്താ സംഭവിക്കുക? നമുക്കറിയാം, ഒരു ഭ്രാന്തമായ ജീവിതമായിരിക്കും. വയസ്സായവരെ നോക്കാൻ ആരുമില്ല. അവരുടെ ദേശത്തേക്ക് കുടിയേറി ലക്ഷത്തിലധികം എന്താണ് ഹോണ്ടഡ് ഹൗസസ് എന്ന് വെച്ചാൽ ആരും താമസിക്കാത്ത വീട്. അതെ, തീർച്ചയായും ശ്രീമതി മേരി ജോർജ് പറഞ്ഞതുപോലെ സർക്കാരിന്റെ ഒരു ഇടപെടൽ ഈ മേഖലയിൽ അനിവാര്യം തന്നെയാണ്.